നമസ്കാരം. വാഷിംഗ്ടണിൽ ബോംബിടാൻ നെതന്യാഹു. വാഷിംഗ്ടണും ടെല്ലവീവും യുദ്ധമുനയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുക്കൾ നീക്കുന്നതായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. അതായത് വാഷിംഗ്ടണും ടെല്ലവീവും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് മിത്രങ്ങൾ ശത്രുക്കളാകുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നപ്പോൾ സംഭവിക്കുന്നത് വാഷിംഗ്ടണിൽ ബോംബിടാൻ തയ്യാറെടുക്കുന്ന നെതന്യാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. യുദ്ധമുനമ്പിൽ നേർക്കുനേർ പോരാടുന്ന വാഷിംഗ്ടണും ടെല്ലവീവിനെയും നമുക്ക് കാണാൻ കഴിയുന്നു. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന നെതന്യാഹു സ്വന്തം അധികാരം നിലനിർത്താൻ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന ഭീതിയാണ് ടെല്ലവീവിനെ പ്രകോപിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടും സമാധാനം പൂർണ്ണതോതിൽ എത്തുന്നില്ല എന്നതാണ് വസ്തുത. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇറാനുമായിട്ടുള്ള നിർണായക കരാറിൽ ട്രംപ് ഒപ്പുവെച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ബന്ധപ്പെട്ട് മുൻപ് സ്വീകരിച്ചിരുന്ന കർശന നിലപാടുകളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ട്രംപ് ഇറാന് മുന്നിൽ സമാധാന ഹസ്തം നീട്ടിയത് പോലും. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിനൊപ്പം തന്നെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുവാനും പുനർനിർമ്മാണത്തിനായിട്ട് 30,000 കോടി ഡോളറിന്റെ നിധി അനുവദിക്കുവാനും കരാറിൽ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പകരം ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഉറപ്പ് മാത്രമാണ് ഇറാൻ നൽകേണ്ടത്. എന്നാൽ ട്രംപിന്റെ ഈ 14 സമാധാന പദ്ധതി തങ്ങളെ വഞ്ചിക്കുന്നതാണ് എന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ ഭരണകൂടം. ലബനന്റെ തെക്കൻ മേഖലകളിൽ തങ്ങൾ നടത്തിവരുന്ന അധിനിവേശത്തെയും ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടത്തെയും ഒക്കെ ഈ കരാർ ദുർബലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുകയാണ്. ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ പൂർണ്ണമായിട്ടും തുളച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ ട്രംപിന്റെ നയത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ലബനിൽ നിന്നുള്ള പിന്മാറ്റം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പരാജയമായി ഇസ്രായേൽ വോട്ടർമാരടക്കം വിലയിരുത്തുന്നു എന്നുള്ളതാണ് US റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇസ്രായേൽ മന്ത്രിസഭയിലെ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗോറിന്റെ തീവ്ര നിലപാടുകൾ ഇതിനോടകം തന്നെ വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഒരു ഇസ്രായേൽ അമ്മയുടെ ഓരോ കണ്ണീരിനും പകരമായിട്ട് 1000 ലബനീസ് അമ്മമാർ കരയണമെന്നും ലബനൻ പൂർണ്ണമായിട്ടും കത്തിക്കരിയണമെന്നുമാണ് നെതന്യാഹു പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യുദ്ധം നീട്ടിമാറ്റിക്കൊണ്ട് മാത്രമേ തങ്ങൾക്ക് രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂ എന്ന ഇസ്രായേൽ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിന്റെ ചിന്താഗതിയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇത് ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും ഖത്തറും സംയുക്തമായി നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ലബനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ തുടർച്ചയായിട്ട് സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ വിപുലമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നതുമാണ്. എന്നാൽ ലബനൻ അതിർത്തികളിൽ വീണ്ടും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ ഈ ചർച്ചകൾ അടിയന്തരമായി നിർത്തിവെക്കേണ്ട അല്ലെങ്കിൽ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. വെടിനിർത്തൽ സമയപരിധി കഴിഞ്ഞിട്ടും ഇസ്രായേൽ ലണ്ടനിൽ ബോംബാക്രമണം തുടർന്നതായിട്ട് ഈ പ്രാദേശിക ഉദ്യോഗസ്ഥരടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കമാണ് വാഷിംഗ്ടൺ ഇതിനെ കാണുന്നത് എന്ന് കൂടി പറയുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനോട് കടുത്ത ഭാഷയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം തന്നെ വൈറ്റ് ഹൗസും ഒക്കെ പ്രതികരിക്കുന്നത്. G7 ഉച്ചകോടിയിലൂടെ വേദിയിൽ വെച്ച് തന്നെ ഇസ്രായേൽ ലബനനിൽ പരിധിയിലധികം ആളുകളെ കൊന്നൊടുക്കുകയാണ് എന്നുള്ള പ്രസ്താവന പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ട്രംപിന്റെ പ്രസ്താവനകൾ ഇസ്രായേലിനെ വല്ലാതെ തളർത്തുകയും ചെയ്തു. ഹിസ്ബുള്ള ഭീകരരെ തിരയുന്നതിന്റെ പേരിൽ മാത്രം സാധാരണക്കാർ താമസിക്കുന്ന ബഹുനില പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർക്കരുതെന്ന് കൂടി ശക്തമായ ഭാഷയിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ സഹായമില്ല എങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ നിലനിൽക്കില്ല എന്ന കടുത്ത പ്രസ്താവന കൂടി ട്രംപ് ആവർത്തിക്കുകയാണ്. ട്രംപിന്റെ ഇതേ നിലപാട് തന്നെയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതായത് ലോകത്തിൽ ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്ന ഏക ഭരണത്തലവൻ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് എന്ന് വാൻസ് ഓർമ്മിപ്പിക്കുന്നു. താൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു ശക്തനായ സഖ്യകക്ഷിയെ ആക്രമിക്കുവാൻ മുതിരില്ലായിരുന്നു എന്നുകൂടി വാൻസ് പറയുമ്പോൾ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് ഉറ്റമിത്രങ്ങൾ തമ്മിൽ ഇത്രയും പരസ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതും യുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക് പോകുന്നത്. ഈ നയതന്ത്ര ഭിന്നത മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ചെറിയൊരു ആശങ്കയിലാക്കുന്നുണ്ട്. വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ള ആശങ്ക ശക്തമാകുന്നുണ്ട്. ഒക്ടോബർ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ ഉറപ്പാക്കാൻ നെതന്യാഹുവിന്റെ ലബനിലെ അധിനിവേശം തുടരേണ്ടതുണ്ട്. ബെയ്റൂട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള രാഷ്ട്രീയ ആയുധമായാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിദേശ നയ നേട്ടമായിട്ട് ഇറാൻ കരാറിനെ കാണുന്ന ട്രംപ് നെതന്യാഹുവിന്റെ ഈ യുദ്ധക്കൊതി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി പരസ്യമായി പറയുകയാണ്. ഈ മേഖലയിലെ സാമ്പത്തിക താല്പര്യങ്ങളും അന്താരാഷ്ട്ര വ്യാപാര സുരക്ഷയും ഈ തർക്കത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീങ്ങുന്നത് ആഗോള വിപണിക്ക് ആശ്വാസമാണെങ്കിലും ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണി
അപ്പോൾ ഇസ്രായേൽ എത്തുന്ന ഭീഷണി വിപണിയിൽ അനിശ്ചിതത്വം നിലനിർത്തുകയാണ്. സമാധാന കരാർ തകിടം മറിഞ്ഞാൽ ഇറാൻ വീണ്ടും ആണവ പദ്ധതികൾക്ക് തിരിയുമെന്നും അത് കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൗസ് ഇസ്രായേലിന്മേൽ കൂടുതൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് സാധ്യത. എന്നാൽ സ്വന്തം രാഷ്ട്രീയ ഭാവി അപകടത്തിലാക്കി ട്രംപിന്റെ സമാധാന കരാറിന് നെതന്യാഹു വഴങ്ങുമോ എന്നത് കണ്ടറിയണം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അതിന്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പങ്കാളിയും തമ്മിലുള്ള ഈ നിഴൽയുദ്ധം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരുക്കൾ നീക്കുന്നതായിട്ട് ഉള്ള ആരോപണങ്ങൾ വളരെ കൃത്യമായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇവിടെ വാഷിംഗ്ടണും ടെല്ലവീവും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് മിത്രങ്ങൾ ശത്രുക്കളാകുന്ന ഒരു സാഹചര്യം. ഹോർമൂസ് കടലിലേക്ക് തുറക്കുമ്പോൾ സംഭവിക്കുന്നത് വാഷിംഗ്ടണിൽ ബോംബിടാൻ തയ്യാറെടുക്കുന്ന നെതന്യാഹുവും യുദ്ധമുനമ്പിൽ നേർക്കുനേർ പോരാടുന്ന വാഷിംഗ്ടണും ടെല്ലവീവുമാണ്. സത്യത്തിൽ വാഷിംഗ്ടണിൽ ബോംബിടാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നതും ഈ വാഷിംഗ്ടണും ടെല്ലവീവും തമ്മിൽ വീണ്ടും യുദ്ധമുനയിലേക്ക് എത്തുന്നതും ലോകം വളരെയധികം ആശങ്കയോടുകൂടി കാണുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് കൂടി പറയട്ടെ, അത് ആര് ചെയ്താലും.